ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഇപ്പോൾ നോമ്പിൻ്റെ സമയമായതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും ഈത്തപ്പഴം ഉണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ ഈത്തപ്പഴം വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഈത്തപ്പഴത്തിൻ്റെ കുരുവെല്ലാം ഒന്ന് കളഞ്ഞിട്ടെടുക്കാം. അപ്പോൾ ഞാനിത് കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴമാണ്, അതുകൊണ്ട് തന്നെ കുരു കളയുമ്പോൾ തന്നെ അത് നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അഥവാ കുറച്ച് ഹാർഡായിട്ടുള്ളതാണെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്താലും മതി. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. അപ്പോൾ രണ്ടും ഏകദേശം ഒരേ അളവ് തന്നെ എടുക്കുക. ഇനി നമുക്കിത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് നട്ട്സ് എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കാഷ്നട്ടോ ബദാമോ അങ്ങനത്തെ ചേർക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ കൈവച്ചിട്ട് ഇത് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നട്ട്സ് ചേർത്തിട്ടില്ല. ഇനി നല്ലപോലെ ഇത് കൈവച്ചിട്ട് നമുക്കിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട്, കാരണം ഈത്തപ്പഴം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴമാണല്ലോ. അപ്പോൾ ഞാനിത് മുഴുവൻ അങ്ങനെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ഞാനിപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് മുഴുവൻ ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. നമ്മൾ കൈവച്ച് ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ തന്നെ നല്ല കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മുഴുവൻ ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മൈദ കലക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് കലക്കി എടുക്കുന്നില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഒരു 3 ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ലൂസാകാതെ കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു ബാറ്ററാക്കിയിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മധുരം വെച്ചിട്ടുള്ള ഇതായതുകൊണ്ട് തന്നെ ഞാനൊരു നുള്ളു ഉപ്പും കൂടെ ആ ഒരു മൈദയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കാരണം ഈത്തപ്പഴത്തിന് നല്ല മധുരം ഉണ്ടല്ലോ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ഇനി നമുക്കിത് ഓരോന്നും ഇതിൽ കോട്ട് ചെയ്തെടുക്കുക. ആദ്യം ഒന്ന് മൈദയിൽ മുക്കിയെടുത്തിട്ട് പിന്നെ നമുക്ക് ആ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മൈദ അത്യാവശ്യം കട്ടിയിൽ തന്നെ കലക്കിയെടുത്തതുകൊണ്ട് അതിൽ നന്നായിട്ട് നമ്മൾ ആ ഒരു ഉണ്ടാക്കിയെടുത്ത ബോൾസിനെക്കാളും നല്ല ഒരു വലുപ്പത്തിൽ നമുക്ക് ഈ ഒരു ബോൾസ് ലാസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മളിത് 2 പ്രാവശ്യം ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഒന്ന് ബ്രെഡ് ക്രംസിൽ മുക്കിയ ശേഷം ഒന്ന് കൈവച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ബ്രെഡ് ക്രംസ് ഒക്കെ നന്നായിട്ട് അതിൽ പിടിച്ചു നിന്നോളും. അപ്പോൾ ഒന്നുകൂടി വീണ്ടും നമ്മൾ ആ ഒരു മൈദയിൽ മുക്കിയിട്ട് പിന്നെയും നമുക്ക് ഈ ഒരു ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുമ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം നല്ലൊരു ഷേപ്പായിട്ട് നമുക്കിത് കിട്ടും. നല്ല ഉരുണ്ട ആ ഒരു ഷേപ്പിൽ നമുക്കിത് കിട്ടും. അപ്പോൾ നല്ലൊരു വലിപ്പം തോന്നിക്കിട്ടും. നമ്മൾ ഈ ഉരുട്ടി വെച്ച ആ ഒരു ബോൾസിനേക്കാളൊക്കെ നല്ല വലിപ്പം കിട്ടും. അതുപോലെ നല്ലൊരു ഫിനിഷിങ് കിട്ടും. ഒന്ന് കൈവച്ചിട്ട് ഒന്നിങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി. കണ്ടോ, ഇപ്പം ഒരു ലഡുവിൻ്റെ ഒക്കെ ആ ഒരു വലിപ്പത്തിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിതാ മുഴുവനും ഉരുട്ടി എടുത്തിട്ടുണ്ട്. കാണുമ്പോൾ നമ്മൾ അരിയുണ്ടൊക്കെ ഉരുട്ടി വെച്ചതുപോലെ തന്നെ ഉണ്ടല്ലേ. അപ്പോൾ നമുക്കിതിനി ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലങ്ങനെ ഒരുപാട് കുക്കാകാനൊന്നുമില്ല. പുറം ഭാഗത്തുള്ള ആ ഒരു ഇതൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു വശം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ വശവും നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് ഇത് കിട്ടുന്നുണ്ട്. നല്ല ഒരു ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു പുറം ഭാഗം ഉള്ളത് കേട്ടോ. നമ്മുടെ ബ്രെഡ് ക്രംസ് അങ്ങനെ എണ്ണയിലേക്ക് അങ്ങനെ ഒലിച്ച് പോകുകയൊന്നും ചെയ്യുന്നില്ല, നന്നായിട്ട് അതിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല സ്നാക്ക് ഇതാ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നു. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആ ഒരു കറക്റ്റ് ഷേപ്പിൽ നല്ലൊരു കളറിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറഭാഗം നല്ലൊരു ക്രിസ്പി ആയിട്ടോ, അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സീറ്റുമാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ഈത്തപ്പഴം വെറുതെ കഴിക്കുന്നതിനെക്കാട്ടൊക്കെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസിനായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.